നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ SCRT-യുടെ 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ. സയൻസിൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ടുള്ള നമ്മുടെ SCRT ലെസൺസിൽ കിടക്കുന്ന ബോക്സുകൾ, അതുപോലെ പിക്ചറുകൾ, ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് വരുന്ന ആ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ക്യാപ്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ ക്യാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് അടുത്ത പ്രിലിംസ് ആയില്ലേ, 11-ാം തീയതി പ്രിലിംസ്, അടുത്ത പ്രിലിംസ് ആണ്. 25-ന് അതിൻ്റെ അടുത്ത ഘട്ടം, ഇനി അടുത്ത ഘട്ടം അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ അങ്ങനെ വരുന്നുണ്ട്. അതാ ഉടനെ ഏത് വരുന്നുണ്ട്, മെയിൻസ് എക്സാം കണ്ടിന്യൂഷൻ ആയിട്ട് അത് വരുന്നുണ്ട്. മാർച്ച് ടു മെയിന് ഡേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഏതാണ്, ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് പഠിച്ചു തീരൂ, SCRT പഠിച്ചേ തീരൂ. കാരണം ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ ചോദ്യങ്ങൾ 50ഓളം ചോദ്യങ്ങൾ SCRT ആണ്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിച്ച് നല്ല റിവിഷൻ അങ്ങോട്ട് ചെയ്തിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും കൂട്ടുകാരോട് പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആ റൈറ്റ് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. താഴെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ഒരു മനസ്സ് കാണിച്ചിട്ട് പോകണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. കാണുന്നല്ലോ ക്ലാസ്സിക്ക്. ഇത് 5ാമത്തെ ക്ലാസ് ആണ്. ബാക്കിൽ 4 ക്ലാസ് കണ്ട് പ്രയോജനപ്പെടുത്തണം. അതുപോലെ SCRT-യുടെ പുതിയ ലെസൺസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രയോജനപ്പെടുത്തണം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ സയൻസിന്റെ ടേബിളുകളൊക്കെ കഴിഞ്ഞ് സോഷ്യലിന്റെ ടേബിൾ എടുക്കും. പുതിയ SCRT-യുടെ സയൻസിന്റെ ടേബിളുകൾ എടുക്കും, സോഷ്യൽ സയൻസിന്റെ ടേബിളുകൾ എടുക്കും, IT-യുടെ ടേബിൾ എടുക്കും. അപ്പൊ ഈ മെയിൻസ് എക്സാം ഒക്കെ നമുക്ക് വരുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സോഷ്യലിലേക്ക് എടുക്കാം കേട്ടോ. നോക്കാം. ബാരോമീറ്ററിനെ കുറിച്ചിട്ട് ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഈ അടുത്ത് നടന്നൊരു എക്സാം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണിത്, ബാരോമീറ്റർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസിന് വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷ മർദ്ദം അളന്നത് ആരാണ്, ടോറിസെല്ലി ആണ്. അപ്പൊ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ടോറിസെല്ലി. എന്തിനാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്, അന്തരീക്ഷ മർദ്ദം ട്ടോ, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ആണ്. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി 1608 ഒക്ടോബർ 15-ന് ഇറ്റലിയിലാണ് ജനിച്ചത്. വേണ്ട, ഓക്കെ. അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞനും വേണ്ട, അത് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. PS ഏത് തരത്തിലാണ് നമുക്ക് പണിതീരാന്നുള്ളത് അറിയില്ല അല്ലെ. ഗണിതശാസ്ത്രജ്ഞനും ആയിരുന്നു. 1641-ൽ ഗലീലിയോടൊപ്പം പ്രവർത്തിക്കുന്നതിനായിട്ട് ഫ്ലോറൻസിലേക്ക് അദ്ദേഹം പോയി. ഗലീലിയോയുടെ നിർദ്ദേശം അനുസരിച്ച് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിന്റെ തത്വം അദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പൊ ഇവിടുത്തെ ശ്രദ്ധിച്ചോ കേട്ടോ. ഇതൊന്ന് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ബാരോമീറ്ററിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത്, ടോറിസെല്ലിയാണ് കണ്ടുപിടിച്ചത്. ആരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, ഗലീലിയോയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഉപയോഗപ്പെടുത്തിയിട്ടാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്, മെർക്കുറി ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അന്തരീക്ഷ മർദ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നത് എന്നും കണ്ടെത്തി. 1644 അദ്ദേഹം ബാരോമീറ്റർ നിർമ്മിച്ചു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലോ. ഇങ്ങനെ ബോക്സുകളിൽ നിന്ന് എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വേഗം ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കഴിഞ്ഞ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു അല്ലെ. ഒരു എക്സാമിനല്ല കേട്ടോ, ഞാൻ ഈ അടുത്തൊരു ഉദാഹരണം പറയുന്നുള്ളൂ. റിപ്പീറ്റേഷൻ ആണ്. ഉച്ഛ്വാസവും നിശ്വാസവും ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തും ശ്വാസം പുറത്തേക്ക്, ഞാൻ ഇങ്ങനെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ടും ശ്വാസം പുറത്തേക്ക് വിട്ടിട്ടുമാണ്. ഇപ്പൊ എക്സാം ഹാളിൽ വന്നാൽ ഞാൻ അവിടെ നിന്നിട്ട് ശ്വാസം വിടും. അത് നമുക്ക് മാർക്കല്ലേ വലുത്. അപ്പൊ നമ്മൾ അത് ചെയ്യും. അപ്പൊ ഇത് എടുത്ത് അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ഉച്ഛ്വാസം അല്ലെ. ഉച്ഛ്വാസം പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഉള്ളിലേക്ക് ശ്വാസം പോകണതാണ് ഉച്ഛ്വാസം. നിശ്വാസോ പുറത്തേക്ക് പോണതാണ് അല്ലെ. അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. ഉച്ഛ്വാസം നമുക്ക് ആദ്യം ഉള്ളിലേക്ക് നമ്മുടെ ശ്വാസം കടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. എന്താണ്, ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഒന്ന് നോക്കിക്കേ, ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ശ്വാസം ഒന്ന് വിട്ട് നോക്കിക്കേ. വിട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ ഉള്ള് അങ്ങനെ ഒരു വീർത്ത് വരുന്നത് പോലെ തോന്നും. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ വയറൊക്കെ ഒന്ന് വലിപ്പം വരുന്ന പോലെ കണ്ടോ. വ്യാപ്തി വർദ്ധിക്കുന്നു. ഔരസാക്ഷ്യത്തിലെ വായുമർദ്ദം അപ്പൊ കുറയാണ് ചെയ്യുന്നത്. ഔരസാക്ഷ്യത്തിലെ വായുമർദ്ദം ഇവിടെ വ്യാപ്തി വർദ്ധിക്കുന്ന സമയത്ത് മർദ്ദം ഇവിടെ കുറയാണ്. ശ്രദ്ധിക്കുക, വ്യാപ്തി വർദ്ധിക്കുന്ന ഉച്ഛ്വാസമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിച്ചു വെക്കുക. അതിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, നിശ്വാസവും പഠിച്ചു വെക്കുക. രണ്ടും കൂടി ഇങ്ങോട്ട് മിക്സഡ് ആക്കിയിട്ട് ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിയിൽ വരുവാകും. അങ്ങനെ പഠിക്കണ്ട, ഒന്ന് പഠിക്കുക. ഓക്കെ, ഉച്ഛ്വാസമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം ശ്വാസം എടുക്കുക അല്ലെ, നമുക്ക് അതാണ് അത്യാവശ്യം അല്ലെ.
അപ്പോ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ഔരസാശ്യത്തിന്റെ വ്യാപ്തി എന്ത് ചെയ്യും? വർദ്ധിക്കും, മർദ്ദം കുറയും, വായു എന്ത് ചെയ്യും? ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉള്ളിലേക്കാണല്ലോ പോണത്. അപ്പൊ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. പഠിച്ചോ? ഇവിടെ 2 പോയിന്റ് ആണ് പഠിക്കേണ്ടത്. ഉച്ഛ്വാസത്തില് വ്യാപ്തി വർദ്ധിക്കും, ഔരസാശ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും, ഔരസാശ്യത്തിലെ വായുമർദ്ദം കുറയും. അപ്പൊ ഓപ്പോസിറ്റ് നിശ്വാസം എന്താ പഠിക്കുന്നത്? ഔരസാശ്യത്തിലെ വായുമർദ്ദം എന്ത് ചെയ്യുന്നു അല്ലെ? കൂടുകയാണ് ചെയ്യുന്നത്. നിശ്വാസം നോക്കൂ. നിശ്വാസത്തിൽ എന്താ ചെയ്യുക? ശ്വാസകോശത്തിൽ നിന്ന് വായു എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടും അല്ലെ? നമ്മള് എന്ന് പറയും ഇല്ലേ? അപ്പൊ എന്താ നമ്മൾ ആ ശ്വാസമൊക്കെ നമ്മുടെ വെളിയിലേക്ക് പോയി ഇല്ലേ? അപ്പൊ ഔരസാശ്യത്തിന്റെ വായുമർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. ഡയഫ്രം എന്ത് ചെയ്യുന്നു? പൂർവ്വസ്ഥിതിയിലേക്ക് ആകുന്നു കേട്ടോ. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് ആകുന്നു. ഇവിടെ ഇതൊരു പോയിന്റ് എക്സ്ട്രാ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഡയഫ്രം പൂർവ്വസ്ഥിതിയിൽ ആകുന്നു. പഠിച്ചോ? ഉച്ഛ്വാസവും നിശ്വാസവും പഠിച്ചോ? നിങ്ങൾ ഇതിൽ തന്നെ പഠിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് വരുന്നത്. പൊട്ട തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഔരസാശ്യത്തിന്റെ ഉച്ഛ്വാസത്തിൽ എന്താണ് പഠിച്ചത്? ഔരസാശ്യത്തിന്റെ വ്യാപ്തി എന്ത് ചെയ്യും? വ്യാപ്തി വർദ്ധിക്കുമ്പോൾ ഔരസാശ്യത്തിന്റെ മർദ്ദം കുറയുന്നു. ഉച്ഛ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസമാണ്. നിശ്വാസം ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക് പോണതാണ്. വായുമർദ്ദം ഇവിടെ എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് ആകുന്നു. പഠിച്ചല്ലോ? ഇനി അടുത്തതിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ബാരോമീറ്റർ എന്താണെന്ന് നോക്കി. ബാരോമീറ്ററിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? ഒന്ന് ഓർമ്മ കിട്ടണ്ട നോക്ക്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ടോറിസെല്ലിയാണ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആരുടെ നിർദ്ദേശം? ഗലീലിയുടെ നിർദ്ദേശപ്രകാരം. അതിൽ ഉപയോഗിച്ചപ്പെടുത്ത തത്വം ഏതാണ്? മെർക്കുറിയുടെ തത്വമാണ്. പിന്നെ എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് എന്ന് പഠിച്ചു അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? ബാരോമീറ്ററിനെ പഠിച്ചു. ഇപ്പൊ ഉച്ഛ്വാസവും നിശ്വാസത്തെ കുറിച്ചിട്ടും പഠിച്ചു കേട്ടോ. നമ്മൾ എത്ര പെട്ടെന്ന് ഓരോരോ ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്ത് പോകണുണ്ടോ? ഇതേപോലെ ഇങ്ങനെയാണ് ഈ ടേബിളൊക്കെ പഠിക്കുമ്പോൾ എന്താണ്? പഠിച്ചതൊക്കെ നമുക്ക് ഓർക്കുകയും ചെയ്യാം. SCRT മിക്ക എല്ലാ പരമാവധി ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ കവർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ പഠിച്ചാലോ? ഇനി ഉച്ഛ്വാസവായുവിന്റെ അളവും നിശ്വാസവായുവിന്റെ അളവും നോക്കാം. ഉച്ഛ്വാസവായു അതായത് നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. വേറെ എന്തെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് തന്നെ അത് പഠിക്കണം. ഓക്കെ? അപ്പൊ നമ്മള് ഓക്സിജന്റെ അളവ് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ഓക്സിജന്റെ അളവ് 21% കേട്ടോ. ശതമാനത്തില്. പക്ഷേ നമ്മൾ ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോൾ ആ 21% പുറത്തേക്ക് വരുന്നില്ല. പകുതിയിൽ കേട്ടോ. പകുതിയല്ല, അതിന്റെ പകുതിയിൽ പകുതി അല്ലെ? 15%, മുക്കാൽ ഭാഗത്തോളം അല്ലെ? 15% പഠിച്ചോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് 21%. പക്ഷെ അത് 21 തന്നെ നിശ്വാസം വഴി പുറത്തേക്ക് പോകുന്നില്ല. 15% ഓക്സിജൻ പഠിച്ചല്ലോ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിക്കേ. 0.04. അതായത് നമ്മൾ ഉള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവാണ് കടത്തുന്നത്. പക്ഷെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ് എന്നുള്ളത് പഠിക്കുക. അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യണം. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് 0.04 അല്ലെ? ഭയങ്കര കമ്മിയാണ് അല്ലെ? പോയിന്റ് വ്യത്യാസമുള്ളൂ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 4% നൈട്രജനോ? നൈട്രജൻ ഉള്ളിലേക്ക് പോണതും പുറത്തേക്ക് പോണതും ഒരേ അളവാണ്. 78 അല്ലെ? ജലബാഷ്പ ഇപ്പോ ഇതിങ്ങനെ ഓർമ്മ വരാൻ നമ്മളെ അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് 78% അല്ലേ? ഓക്സിജന്റെ അളവ് 21% അല്ലേ? പഠിക്കേ. അതേപോലെ തന്നെയാണ് ഉച്ഛ്വാസത്തിലും നിശ്വാസത്തിലും എത്ര തന്നെയാണ്? 78. ഓക്സിജന്റെ അളവ് ഉച്ഛ്വാസത്തിൽ 71, നിശ്വാസത്തിൽ 15%. പഠിച്ചില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പഠിച്ചില്ലേ? 0.04 ഉച്ഛ്വാസത്തിൽ. ഉള്ളിലേക്ക് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കടത്തി വിടുന്നുള്ളൂ, പുറത്തേക്ക് പക്ഷെ എത്രയാണ്? 4. പഠിച്ചല്ലോ. ജലബാഷ്പം നോക്ക്. അതും കുറച്ചാണ് ജലബാഷ്പം ഉള്ളിലേക്ക് പോണത് അല്ലെ? 0.096 ആണ്. അപ്പൊ നിശ്വാസ സമയത്ത് എത്രയാണ്? അത് 3%. ഓക്കെ ആണോടാ? ഇനി നമുക്ക് ശ്വസനത്തിലെ വൈവിധ്യങ്ങൾ. അമീബ എങ്ങനെ ശ്വസിക്കും? മണ്ണിര എങ്ങനെ? നമ്മൾ ശ്വസിക്കുന്നത് നമുക്കറിയാം അല്ലെ? ആ മണ്ണിര എങ്ങനെയാണ് ശ്വസിക്കുന്നത്? അപ്പൊ മണ്ണിനടിയിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഇളകുന്നതാണ് അല്ലെ? അതെങ്ങനെ ശ്വസിക്കുന്നത് നമുക്ക് അറിയണ്ടേ? ഷഡ്പഥങ്ങള്, മത്സ്യം, ഉഭയജീവികൾ എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. അത് നോക്കാം. ഞാൻ ഒരു കാര്യം കൂട്ടുകാരോടായിട്ട് പറയുന്നത്, എന്താണ് നമുക്ക് നമ്മുടെ ചാനലിൽ ക്ലാസ്സിന് ഭയങ്കര വ്യൂസ് കുറവാണ്. ഇത്രയും നമ്മൾ ആ PSC എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ആൻസർ ഇടുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് എക്സാം എഴുതി പരിശീലിച്ച ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട്. അല്ലാണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് കുറെ വാരി വെച്ചിട്ടൊന്നും നിങ്ങൾക്കൊരു എന്താ പറയാ എക്സാമിന് ഉപയോഗം ഇല്ലാത്ത രീതിയിൽ ഒന്നും ഞാൻ എന്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടില്ല.
എന്നിട്ട് നമുക്ക് വ്യൂസ് കമ്മിയാണ്. അത് ക്ലാസ് എടുക്കുന്നതിന്റെ എന്തെങ്കിലും അപാകതയാണോ? അത് എന്താണെന്ന് നിങ്ങൾ ഇന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്താലാണ് അത് എനിക്ക് എന്താണ് മാറ്റാൻ പറ്റുള്ളൂ. ഒന്ന് ഒരു അപേക്ഷയാണ്, താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കിയാലോ, അമീബ എങ്ങനെ ശ്വസിക്കും നോക്കിക്കേ. ഏകകോശ ജീവിയായ അമീബ, ഇത് ആദ്യം ഒന്ന് പഠിക്കി. ഏകകോശ ജീവിയാണ് ഏത്? അമീബ, അതായത് ഒറ്റ കോശത്താൽ നിർമ്മിതമായത് അല്ലെ അമീബ. പ്രത്യേക ശ്വസനാവയവം ഇല്ല, ഉണ്ടോ? ഇല്ല. ഏതിലൂടെയാണ്? കോശസ്തരത്തിലൂടെയാണ് വായു അകത്ത്. ഈ 3 പോയിന്റും പഠിക്കണം, 3ഉം പ്രീവിയസ് ആണ്. ഏകകോശ ജീവിയാണ് അമീബ, ഒന്ന് പഠിച്ചോ. അതിന് പ്രത്യേക ശ്വസനാവയവം ഇല്ല. ഏതിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത്? കോശസ്തരത്തിലൂടെയാണ്, കോശസ്തരത്തിലൂടെയാണ്. പഠിച്ചോ. ഇനി മണ്ണിര, ഈർപ്പമുള്ള ത്വക്കാണ്. കാരണം മണ്ണിനടിയിൽ കണ്ടില്ലേ ഈർപ്പമായിട്ട് മേലേക്ക് ഇങ്ങനെ വഴുവഴുപ്പായിട്ട് കാണാം അല്ലെ. ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണുന്നതിന്റെ കാരണം. അപ്പൊ ഇത് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. നനവുള്ള മണ്ണിൽ വരുമ്പോ ഈർപ്പമുള്ള ത്വക്കാണ്. ഇനി ഷഡ്പഥങ്ങൾ. എല്ലാ ഷഡ്പഥങ്ങളിലും ശരീരത്തിന്റെ വശങ്ങളിൽ നിരയായിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണില്ല, ഇങ്ങനെ ഓരോരോ ആകൃതിയിൽ ഇങ്ങനെ കാണാല്ലേ. അതിന്റെ ആ ഒരു ചിറകിലായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിലായിട്ട് കാണും. അങ്ങനെ ആ സുഷിരങ്ങൾ കാണപ്പെടും. ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നാളികാജാലമാണ് ഷഡ്പഥങ്ങളുടെ ശ്വസനാവയവം. അപ്പൊ അമീബ ശ്വസിക്കുന്നത് കോശസ്തരത്തിലൂടെയാണ്. മണ്ണിരയോ? മണ്ണിരയ്ക്ക് ഈർപ്പമുള്ള ത്വക്കാണ്. ഷഡ്പഥങ്ങൾക്കോ നാളികാജാലമാണ്. പഠിച്ചോ. ഷഡ്പഥങ്ങൾക്ക് നാളികാജാലം. മത്സ്യത്തിനോ ചെകിളപ്പൂക്കള് കേട്ടോ, അല്ലെങ്കിൽ ശകുലങ്ങള്. ചെകിളപ്പൂക്കൾ ഈ ഒരു ഇത് കണ്ടോ, ഇതാണ്. ഇതൊക്കെ എന്താണ്? ചെകിളപ്പൂക്കളാണ് കേട്ടോ. ഇതല്ല ഇത് കേട്ടോ, ഇത് കണ്ടോ ചെകിളപ്പൂക്കള്. അപ്പൊ മത്സ്യങ്ങളുടെ ശ്വസനാവയവം. വായുവിലൂടെ അകത്തേക്ക് എടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു. അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വായു തുറന്ന് വെള്ളം അകത്തേക്ക് എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അത് എന്തിനായിരിക്കും? ചില മത്സ്യങ്ങൾക്ക് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട്. താൽക്കാലിക സംവിധാനം മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇവയ്ക്ക് കരയിൽ ജീവിക്കാനാവില്ല. മുഷി, വരാലി, ഈല് തുടങ്ങിയ മത്സ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള കഴിവ് ഉണ്ട്. ഇനി ഉപജീവി നോക്കി. ഉപജീവി കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ ഇവയ്ക്ക്. ഉപജീവിക്ക് ഉദാഹരണമാണ് ഏത്? തവള. കരയിലും കാണാം കടലിലും കാണാം അല്ലെ. അപ്പൊ കരയിലൂടെ ആകുമ്പോൾ ശ്വാസകോശം വഴി, വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ കഴിവുള്ള ഉപജീവിയാണ് ഏതാണ്? ഉഭയജീവികൾ തവള അല്ലെ. അമീബ എങ്ങനെയാണ് പറഞ്ഞത്? കോശസ്തരം. അമീബ കോശസ്തരത്തിലൂടെ, മണ്ണിര ഈർപ്പമുള്ള ത്വക്കിലൂടെ, ഷഡ്പഥങ്ങൾ നാളികാജാലങ്ങളിലൂടെ, മത്സ്യം ചെകിളപ്പൂക്കളിലൂടെ, ഉഭയജീവികൾ കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നമ്മളെ ഓരോരോ ഘട്ടങ്ങൾ ഇതിപ്പോ ഒരു പരിസരമായിട്ട് കണക്കാക്കുക. ഇത് നമ്മുടെ ശ്വാസകോശം. വായു അകത്തേക്കും പോകും, പരിസരത്തിലേക്ക് വായു പുറത്തേക്കും. അല്ലെ, നമ്മൾ വായു എങ്ങനെയാണ് നമ്മുടെ പരിസരത്തിൽ നിന്നാണ് വായു ഉള്ളിലേക്ക് വാക്കുന്നത്, വായു പുറത്തേക്ക് പരിസരത്തേക്ക് തന്നെയാണ് വിടുന്നത് അല്ലെ. അതുപോലെ നോക്കൂ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഈ പരിസരത്തിൽ നിന്നുള്ള ഓക്സിജൻ തന്നെയാണ് ശ്വാസകോശത്തിൽ എത്തുന്നത്. അതുപോലെ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നതും അല്ലെ. അത് ശ്വാസകോശം വഴി ഓക്സിജൻ ഉള്ളിലേക്ക് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടുന്നു. നോക്കൂ, അതേപോലെ ഓക്സിജൻ കണ്ടോ? ഓക്സിജൻ നോക്കിക്കേ. രക്തത്തിൽ നിന്നും കോശത്തിലേക്ക് ഓക്സിജൻ പോണതും, കാർബൺ ഡൈ കോശത്തിൽ നിന്നും ഓക്സിജൻ കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടോ പോകുന്നത്. ഇതൊരു പിക്ചർ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ്, രക്തവിയർപ്പ്. ഹിപ്പോപ്പൊട്ടാമസ്, ചുവന്ന വിയർപ്പുള്ള ജീവി ഏതാണ്? ചുവന്ന വിയർപ്പുള്ള ജീവി ഏതാന്ന് ചോദിച്ചാൽ ഹിപ്പോപ്പൊട്ടാമസ് ആണ്. തൊലിപ്പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് രക്തവുമല്ല വിയർപ്പുമല്ല കേട്ടോ. രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണിത്. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ഒരു ജീവിയാണ്. കാരണം പക്ഷെ അതൊരു വിയർപ്പല്ല എന്നാ പറയുന്നത്. പക്ഷെ അതൊരു രക്തവുമല്ല. റെഡിൽ കാണുന്നതുകൊണ്ട് രക്തമല്ല. രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ചുവന്ന വിയർപ്പുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഇനി ഇവിടെ 5 ജോഡി പാർശ്വഹൃദയങ്ങൾ ഉള്ളത് തന്നിട്ടുണ്ട്. 13 ഹൃദയങ്ങളുള്ള പാറ്റയെ തന്നിട്ടുണ്ട്. 2 അറകളുള്ള മത്സ്യത്തെ തന്നിട്ടുണ്ട്. പിന്നെ 3 അറകളുള്ള പല്ലി അല്ലെ, 4 അറകളുള്ള മുതല, പിന്നെ 4 അറകളുള്ള ഹൃദയം ആർക്കാണ്? പക്ഷിക്കാണ് അല്ലെ. 5 ജോഡി പാർശ്വഹൃദയം. മണ്ണിരയല്ലേ ഇത് സാധനം? മണ്ണിര ആണല്ലേ, മണ്ണിരയാന്ന്
മണിരി എന്നല്ലേ 5 ജോഡി പാർശ്വഹൃദയങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 13 ഹൃദയം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാറ്റയ്ക്ക് ഉള്ള ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13 മത്സ്യത്തിന് 2, പല്ലിക്ക് 3, പിന്നെ 4 അറകളുള്ള ഹൃദയമാണ് അല്ലെ. ഉരകങ്ങൾക്ക് 4 എന്നാണ് നമ്മൾ പറയാറല്ലേ. മുതല, പിന്നെ പക്ഷിക്ക് 4. ഹൃദയതാളം. മനുഷ്യഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു. മനുഷ്യഭ്രൂണത്തിന്, അതായത് ഒരു സ്ത്രീ ഗർഭധാരണം നടത്തി കഴിയുമ്പോൾ ആ ഭ്രൂണം എത്ര ദിവസം ആകുമ്പോഴാണ് ഹൃദയം ആ കുട്ടിക്ക് സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? 22 ദിവസം ആകുമ്പോഴാണ്. അതിന്റെ സ്പന്ദനം നിലയ്ക്കുന്നത് എപ്പോഴാണ്? മരണത്തോടെ മാത്രമാണ് അല്ലെ. സാധാരണഗതിയിൽ പ്രീവിയസ് ആണ്, ഒരു മിനിറ്റില് 72 തവണ ഹൃദയം സ്പന്ദിക്കും ട്ടോ. 1 മിനിറ്റില് 72 തവണ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ദുശ്ശീലങ്ങളാണ് പുകവലി, മദ്യപാനം, അമിത കൊഴുപ്പടങ്ങിയ ആഹാരവും ഹൃദയാരോഗ്യത്തെ ബാധിക്കും. ജങ്ക് ഫുഡുകളൊന്നും കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇനി ചാലനം, സംവഹനം, വികിരണം, അതായത് നോക്കാം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്നും മറ്ററ്റത്തേക്ക് താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? താഴെ തന്നിരിക്കുന്നവയിൽ താപപ്രേഷണ രീതികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഈ 3 ഓപ്ഷനും തരും. 4ാമത്തെ ഓപ്ഷൻ അന്ന് എന്താണെന്നറിയിട്ടുണ്ടായിരുന്നു? ബാഷ്പീകരണം എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പഠിക്കണം. താപപ്രേഷണ രീതികൾക്ക് ഉദാഹരണമാണ് ചാലനം, സംവഹനം, വികിരണം. ചാലനം എന്താണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. സംവഹനം എന്താണ്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. അപ്പൊ ഇവിടെ ചാലനം ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്നതാണ് ചാലനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നതാണ് സംവഹനം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് ഏത്? വികിരണം. ഇവിടെ മാധ്യമങ്ങളുണ്ട്. ഇവിടെ ഖരമാധ്യമമുണ്ട്, ഇവിടെ ദ്രാവക മാധ്യമം, വാതക മാധ്യമം. ഇവിടെ അതില്ല. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് ഏതാണ്? വികിരണം. പഠിക്കണം കേട്ടോ. ഖരത്തില് ചാലനം, ദ്രാവകത്തിലും വാതകത്തിലും സംവഹനം, വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെ. ഇനി കാറ്റിന്റെ ദിശയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. നിങ്ങളിത് നോക്കുക, ശ്രദ്ധിച്ചോ. ഇതാണ് എന്ത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ലേ. മേലെ എന്താണ്? ഉഷ്ണമേഖലകള്. അതിനെ തൊട്ട് ഇവിടെ ഉത്തരാർദ്ധഗോളവും ഇവിടെ ദക്ഷിണാർദ്ധഗോളവും, ഇവിടെ ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല അല്ലെ. അതേപോലെ ദക്ഷിണാർദ്ധഗോളത്തിലും ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല. നോക്കൂ, ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മി ലംബമായി പതിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ സൂര്യരശ്മി ലംബമായി പതിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണെന്നുള്ളത് ഒറ്റൊന്ന് നോക്കി വെക്കുക. ഇനി ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മി ലംബമായി പതിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. മിതോഷ്ണ മേഖലയിൽ എങ്ങനെയായിരിക്കും? താരതമ്യേന ചൂട് കുറഞ്ഞവായിരിക്കും. മിത ഉഷ്ണമാണ് അല്ലെ. മിത ഉഷ്ണ മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഉഷ്ണം എന്തായിരിക്കും? മിതമായിരിക്കും. താരതമ്യേന ചൂട് കുറഞ്ഞ വായു അല്ലെ. അങ്ങനെ മിതോഷ്ണ മേഖലയിൽ നിന്നും കാറ്റ് ഇങ്ങനെ വീശുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്തുന്ന സമയത്ത് ചൂട് പിടിച്ച വായു മുകളിലേക്ക് എന്ത് ചെയ്യും? ഉയരുകയാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുകയാണ്. അപ്പൊ ഇവിടെ മിതോഷ്ണ മേഖലയിൽ നിന്നുള്ള കാറ്റും ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്തും. ആ സമയത്ത് ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു. അതേപോലെ തന്നെ താരതമ്യേന ചൂട് കുറഞ്ഞ വായു അല്ലെ, അതേപോലെ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് 2 വശത്തു നിന്നും എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ അടിപൊളി സാധനം അല്ലേ, എന്താണ്? ചക്ക. നമുക്ക് നോക്കാം. പോഷക ഘടകങ്ങള് 100 ഗ്രാം ചക്കയിൽ ഒന്ന് നോക്കിക്കേ നിങ്ങള്. എത്ര അളവാണ് അല്ലേ? കാർബോഹൈഡ്രേറ്റ് നോക്ക്, 23.5 ഗ്രാം ആണ്. 100 ഗ്രാം പറയുമ്പോ ഒരു 2 ഇല്ലേ വലിയൊരു ചൊളയെന്നല്ലേ നിങ്ങൾക്ക് പറയാ. 2-3 ചൊളയെടുത്താൽ തന്നെ നോക്കിക്കേ 100 ഗ്രാം ആയില്ലേ. അതിൽ 23.5 ഗ്രാം കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ്റെ അളവ് നോക്ക് 1. ഏറ്റവും കൂടുതൽ അപ്പോ ചക്കയിൽ കൂടുതൽ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ. പ്രോട്ടീൻ 1.72, കൊഴുപ്പ്
6.4 പോയിന്റ് ആണ് കേട്ടോ. ഒന്നുപോലും ഇല്ല ഇതിലൊന്നും, ഏതിലും ഒന്നുപോലും ഇല്ല അല്ലെ. ഉള്ളത് ഏതിലാണ്? 23 ഗ്രാം എന്ന് പറയുമ്പോൾ നോക്കൂ, കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ചക്കയിൽ അല്ലേ. അപ്പൊ മനസ്സിലാക്കി വെക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ ഏതൊക്കെയാണ് വൈറ്റമിൻസ് നോക്കി, ഏതൊക്കെയാണ്? വൈറ്റമിൻ സിയും ഇയും ആണ് കേട്ടോ. ഇത് നോക്കി വെക്കണേ. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ പണിയായോ? വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും കേട്ടോ, സിയും ഇയും. പിന്നെ ഏതൊക്കെയാണ്? സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, അയൺ. ആള് ചില്ലറക്കാരനല്ല അല്ലെ. സോഡിയം ഉണ്ട്, കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട് അല്ലെ. നമ്മൾ 100 ഗ്രാം കഴിക്കുമ്പോൾ ഇത്രയും അളവിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ 100 ഗ്രാം 2 കളയാണ് കഴിക്കുക. അവിടെ ഒന്നല്ല അല്ലെ. നമ്മളങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുന്ന സമയത്ത് അപ്പൊ ഇതിന്റെ ഇരട്ടി, ഇപ്പൊ 100 ഗ്രാമിൽ ഇത്രയും പ്രോട്ടീൻ ആണെങ്കിൽ ഇതിന്റെ ഇരട്ടി നമ്മൾ 200-300 ഗ്രാം ഒക്കെ കഴിക്കുമ്പോൾ അത്രയും പോയിന്റ് അളവ് കൂടുകയാണ് അല്ലേ. അപ്പൊ നന്നായിട്ട് കഴിക്കണം കേട്ടോ. ഇനി ഭക്ഷ്യവസ്തു മായം ഉണ്ടാകാനിടയുള്ള പ്രശ്നം കുരുമുളകിന് പകരം അവരെന്താ ചെയ്യുന്നത്? ഉണങ്ങിയ പപ്പായ കുരു, അത് നല്ല ബ്ലാക്ക് കളർ ആവില്ലേ, അത് കുരുമുളക് മിക്സ് ചെയ്താൽ മതി, അറിയില്ലല്ലോ. പപ്പായ കുരു. പിന്നെ മിനറൽ ഓയിൽ കോട്ടിങ് കേട്ടോ. മിനറൽ ഓയിൽ കോട്ടിങ് ഉദരത്തിന് അസ്വസ്ഥത, കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. പരിപ്പ് നല്ല ഭക്ഷ്യവസ്തുവിലെ പരിപ്പ് നല്ലതാണ്, പക്ഷെ അതിന് പകരം കേസരി പരിപ്പ് നാഡീസ്തംഭനം ഉണ്ടാക്കും. പാല് ജലവും സ്റ്റാർച്ചും, പാല് ആയിരിക്കില്ല, ജലത്തിന്റെ കൂടെ അന്നജം ചേർത്തിട്ട് പാലിന്റെ രൂപത്തിൽ വരികയാണ്, അത് ഗുണനിലവാരം കുറയുന്നു. മുളക് പൊടിയോ ഇഷ്ടിക പൊടിയാണ്. മുളക് പൊടിക്ക് പകരം ഇഷ്ടിക പൊടി, കുറച്ച് മുളക് പൊടി ഉണ്ടാവും, അത് മുക്കാലും പിന്നെ എന്തായിരിക്കും? ഇഷ്ടിക പൊടി ആയിരിക്കും. ഉദര കരൾ സംബന്ധമായ രോഗങ്ങള്. പഞ്ചസാര, വീട്ടമ്മമാരൊക്കെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പരമാവധി മുളകൊക്കെ വാങ്ങിച്ചിട്ട് വറുത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കടയിൽ നിന്നും പാക്കറ്റ് ഒന്നും വാങ്ങിക്കരുത്. പഞ്ചസാര എന്താണ്? ചോക്ക് പൗഡർ അല്ലെങ്കിൽ റവ, നേർത്ത മണലൊക്കെയാണ് പഞ്ചസാരയായിട്ട് വരുന്നത്. അതും ഉദര കരൾ സംബന്ധമായ രോഗമാണ്. തേയിലയിലോ കൃത്രിമ ചായമില്ലേ, നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, ചായപ്പൊടി ഒന്നും കൂടുതലായിട്ട് ഉപയോഗിക്കരുത്, കൃത്രിമ ചായമാണ്, ഉദര സംബന്ധമായ രോഗങ്ങള് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 നോക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ നിയമം 2006 നിലവിൽ വന്നത്. അപ്പൊ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം 2006. 2011 ഈ നിയമം പരിഷ്കരിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമത്തിനും അനുബന്ധ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് ശിക്ഷാർഹമാണ്. ഒന്നും നടക്കുന്നില്ല അല്ലെ. ഇനി നിശ്ചിത അളവില് അനുവദനീയമായിട്ടുള്ള ഇത്ര അളവിലൊക്കെ എന്ത് ചെയ്യാൻ? രാസവസ്തുക്കൾ ചേർക്കാം എന്നാണ് പറഞ്ഞത്. ചുവപ്പ് നിറത്തിന് എന്ത് ചേർക്കാം? കാർത്തോയിസിൻ. പ്രീവിയസ് ആണ് കേട്ടോ, നന്നായി പഠിച്ചോ ഈ ബോക്സ്. ചുവപ്പ് നിറം കിട്ടാൻ കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി4R ഏതൊക്കെയാണ് ചുവപ്പ് നിറത്തിന് ചേർക്കുന്ന രാസവസ്തു? ചുവപ്പ് നിറം കിട്ടാൻ കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി4R. മഞ്ഞയ്ക്കോ ടാട്രസിനും സൺസെറ്റ് യെല്ലോയും എല്ലാം പ്രീവിയസ് ആണ്. നീലയ്ക്കോ ഈ നീല കളർ കിട്ടാൻ ഇൻഡിഗോ കാർമിനും ബ്രില്യന്റ് ബ്ലൂവും. പച്ചയ്ക്ക് ഫാസ്റ്റ് ഗ്രീൻ കേട്ടോ, പച്ച ഫാസ്റ്റ് ഗ്രീന്. ഇനി കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ. നമുക്കറിയാം കോശം കണ്ടുപിടിച്ചത് ആരാണ്, പിന്നെ കോശത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ. അതില് കോശകേന്ദ്രം കണ്ടെത്തിയിട്ട് അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് 1831. അത് കഴിഞ്ഞതും 1838 MJ ശ്രീധരൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. 1838 MJ ശ്രീധരനാണ്. ഇനി ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 1839 പിറ്റത്തെ വർഷം ആരാണ്? തിയോഡർ ഷാനാണ്. റുഡോൾഫ് ഫിർഷോയോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു അല്ലെ. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചിട്ട് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു 1858. അപ്പൊ 1831 ആരെ കൊണ്ടുവരണം? റോബർട്ട് ബ്രൗണിനെ കൊണ്ടുവരണം അല്ലെ. കോശകേന്ദ്രം കണ്ടെത്തിയതും ന്യൂക്ലിയസ് എന്ന് അതിനെ വിളിച്ചതും ഒക്കെ റോബർട്ട് ബ്രൗൺ ആണ് 1831. 38 ആയപ്പോ MJ ശ്രീധരൻ സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇനി 39 പിറ്റത്തെ വർഷം തിയോഡർ ഷാന് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റുഡോൾഫ് ഫിർഷോ 1858 ആയപ്പോ വിഭജിക്കുന്ന കോശങ്ങളെയൊക്കെ നിരീക്ഷിച്ചിട്ട് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു. 4 പ്രീവിയസ് ആണ്.
ഇനി കോശ സിദ്ധാന്തം നോക്കാം. വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് MJ ശ്രീഡനും തിയോഡർഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് സെൽ തിയറി ട്ടോ. അപ്പൊ കോശ സിദ്ധാന്തം കണ്ടെത്തിയത് ആരാണ്? കോശ സിദ്ധാന്തത്തിന് ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് MJ ശ്രീഡനും തിയോഡർഷാനും. MJ ശ്രീഡൻ നമ്മൾ എന്താ പഠിച്ചത്? സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു അല്ലെ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് തിയോഡർഷാനാണ്. അത് അവരാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയായിരുന്നു? എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്, പ്രീവിയസ് ആണ്. ജീവികളുടെ ഒരുപാട് ഒന്ന് സ്ട്രെയിൻ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ പഠിക്കട്ടെ കൊണ്ട് ഞാനൊരു ഉഷാറിലുണ്ട് ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് തൊണ്ടിതാകാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ 2 പോയിന്റും. കോശ സിദ്ധാന്തത്തിന്റെ ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും, ജീവനുള്ള എല്ലാ ശരീരവും എന്താണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് പറയുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കോശത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. എല്ലാം പഠിക്കുന്നുണ്ട്, അതൊക്കെ വരുവേ വന്നിട്ടുണ്ട്. പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പൊ കോശത്തിന്റെ നമ്മൾ ഇതൊക്കെ പഠിക്കണം. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നതും പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നതും ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നതും ഒക്കെ കോശത്തിന്റെ ജീവധർമ്മപരമാണ്. പിന്നെ എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഇനി സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന ഈ ആൾക്കാരെയൊക്കെ പഠിക്കണം. ഇനി നമുക്ക് ഇതൊക്കെ പഠിച്ചിട്ട് ഈ മർമ്മം എന്താണ് പഠിക്കണം. കോശസ്തരം എന്താണ്, റൈബോസോം എന്താണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്, കോശദ്രവ്യം എന്താണ്, ഹരിതകണം എന്താണ്, കോശഭിത്തി എന്താണ്, മൈറ്റോകോൺട്രിയൻ എന്താണ്, ഫേനം എന്താണ്, ഗോൾജി കോംപ്ലക്സ് എന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നാളെ ഇതിന്റെ ബാക്കി ക്ലാസ്, ഇതിന്റെ ബാലൻസ് അതിൽ തരാം. ഇനി സസ്യകോശത്തിൽ കാണപ്പെടുന്നത് നോക്കണം. ഇത്രയും ആൾക്കാരൊക്കെ സസ്യകോശത്തിൽ കാണപ്പെടുന്നതാണ് കേട്ടോ. മർമ്മം, പിന്നെ കോശസ്തരമുണ്ട്, റൈബോസോമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്, കോശദ്രവ്യമുണ്ട്, ഹരിതകണമുണ്ട്, കോശഭിത്തി ഏതിലില്ല? ജന്തുകോശത്തില് കോശഭിത്തി ഇല്ല അല്ലെ. ജന്തുകോശത്തിൽ ഏതില്ല? കോശഭിത്തി ഇല്ല. മൈറ്റോകോൺട്രിയോൺ, ഫേനം, ഗോൾജി കോംപ്ലക്സ് ഇതൊക്കെ സസ്യകോശത്തിന്റെ ഭാഗങ്ങളാണ്. ഇനി നോക്കാം മൈറ്റോകോൺട്രിയോൺ. ഓരോ നോക്കിയാലോ. മൈറ്റോകോൺട്രിയോണ് കോശത്തിന് ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. കോശത്തിലെ ഊർജ നിലയം ഏതാണ്? പ്രീവിയസ് ആണ്. കോശത്തിലെ ഊർജ നിലയം മൈറ്റോകോൺട്രിയോൺ ആണ്. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജാവശ്യം കൂടുതലുള്ള, ഊർജം എവിടേക്കൊക്കെ കൂടുതലാണ്? കരളിന് കൂടുതൽ ഊർജം വേണം, തലച്ചോറിന് ഊർജം വേണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഡള്ളായിട്ട് അവിടെ ഇരിക്കില്ലേ. പിന്നെ പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പൊ മൈറ്റോകോൺട്രിയോൺ കൂടുതൽ, കാരണം അതിന്റെ പ്രവർത്തനം തന്നെ ഊർജ നിലയമാണ് അല്ലെ, ഊർജ്ജം നിർമ്മിക്കലാണ്. അപ്പോ ഊർജം ആവശ്യമുള്ള കരളിലും തലച്ചോറിലും പേശികളിലും ഒക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? മൈറ്റോകോൺട്രിയോൺ കാണപ്പെടുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത്. ഒരു പദാർത്ഥം ഒന്നിലേക്ക് എങ്ങനെ പോകുന്നത്? അപ്പൊ സഞ്ചാരപാതയാണ് അല്ലെ. അങ്ങനെ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന, അതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എന്താ പഠിച്ചത്? കോശത്തിനുള്ളിൽ സഞ്ചാരപാത ഏത് പറയും? ഏതാ പറയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പദാർത്ഥ സംവഹനം നടക്കുന്നത് ഏതിലൂടെയാണ്? സഞ്ചരിക്കുന്നത് കൊണ്ട് അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അല്ലെ. കോശത്തിന് ദൃഢതയും ആകൃതിയും ഒക്കെ നൽകുന്നുണ്ട് ആര്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നല്ല ദൃഢതയും ആകൃതിയും ഒക്കെ കൊടുക്കും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുകൊണ്ട് ഇത് കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. ഇനി റൈബോസോം നോക്കൂ. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. പ്രീവിയസ് ആണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ കോശദ്രവ്യത്തില് സ്വതന്ത്രമായിട്ടോ കാണപ്പെടുന്നു. അപ്പൊ 3 പഠിച്ചു. സസ്യകോശത്തിലെ 3 ഭാഗങ്ങൾ പഠിച്ചു. മൈറ്റോകോൺട്രിയോൺ പഠിച്ചു. മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുമ്പോൾ തന്നെ ഊർജവുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്, അവിടെ കണക്ട് ചെയ്യണം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എടുത്ത് അതൊരു സഞ്ചാര പാതയാണ് എന്ന് നോക്കണം കേട്ടോ. അതൊരു സഞ്ചാരം ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. പദാർത്ഥ സംവഹനം നടക്കുന്നതും ദൃഢതയും ആകൃതി
ആകൃതിയും കൊടുക്കുന്നതും കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണ്? എൻഡോപ്ലാസ്മിക് ആണ്. റൈബോസോം എന്ന് പറയുമ്പോൾ മാംസത്തിന് ആലോചിക്കണം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണപ്പെടുന്നു. ഇനി ഫേനം എന്താണ്? കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം കഴിഞ്ഞ ഈ ഫസ്റ്റ് ഘട്ട പ്രീലിംസിന്റെ എല്ലാം ഞാൻ പറഞ്ഞത് 2024 ലാസ്റ്റ് ഡിസംബറിലൊക്കെ നടന്ന ഒരു എക്സാമില് ചോദിച്ചതാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഫേനം. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടോണോപ്ലാസ്റ്റ് ആണ്. മൂന്നും തിരിച്ചും മറിച്ചും തന്നിട്ടുണ്ട് കേട്ടോ. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം ഏതാണ്? സസ്യശരീരത്തിലെ ഭാഗം ഏതാണ്? ഫേനമാണ്. പിന്നെ ഫേനം ഏത് സവിശേഷ സ്ഥലത്താലാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സസ്യകോശം ഏത്? ഫേനം. പഠിച്ചല്ലോ. ഇനി ഗോൾജി കോംപ്ലക്സോ? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് കോശങ്ങളിലാണ് ഗോൾജി കോംപ്ലക്സ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഗ്രന്ഥി കോശങ്ങളിലാണ്. ഗോൾജി കോംപ്ലക്സ് ഗ എന്ന അക്ഷരമില്ലേ, അതുകൊണ്ട് ഗ. കണ്ടോ, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിൽ ആക്കുന്നു. ഇനി മർമ്മകം നോക്കണം. മർമ്മരന്ധ്രം, മർമ്മദ്രവ്യം, മർമ്മസ്തരം, ക്രൊമാറ്റിൻ ശാലിക. നോക്കിയാലോ. മർമ്മദ്രവ്യം എന്താണ്? മർമ്മദ്രവ്യം? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് കേട്ടോ. മർമ്മദ്രവ്യം പറയുമ്പോൾ ദ്രവ്യമാണ് അല്ലേ, അപ്പൊ ഒരു ദ്രാവക ഭാഗമാണ്. അതിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും. ഇനി എന്താണ് ഈ മർമ്മകം? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ മർമ്മകം കാണപ്പെടുന്നത് ഏത് ആകൃതിയിലാണ്? ഗോളാകൃതിയിലാണ് മർമ്മകം കാണപ്പെടുന്നത്. റൈബോസോം നിർമ്മാണത്തില് പ്രധാന പങ്ക് വഹിക്കുന്നത് മർമ്മകമാണ്. ഇനി മർമ്മരന്ധ്രം അല്ലേ, മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളായ നമ്മൾ ഇലകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങൾ നമ്മൾ പറയാറില്ലേ, ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് രന്ധ്രം എന്ന് പറയുമ്പോൾ മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. മർമ്മസ്ഥലം എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. ക്രൊമാറ്റിൻ ശാലികയോ? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപ്പണിഞ്ഞു കിടക്കുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്നതും ക്രൊമാറ്റിൻ ശാലികയുമാണ്. പുതിയതായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം കേട്ടോ. റിവിഷൻ ചെയ്യാണ്ട് ഒരു വീഡിയോ ആരുടെ എക്സ്പേർട്ടുകളുടെ ക്ലാസ് കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ ഭാഗം കറക്റ്റ് ആക്കിയാൽ തന്നെയാണ്. അല്ലാതെ നമ്മൾ അവിടെ പോയി പഠിച്ചു ഇവിടെ പോയി ഒരു കാര്യവുമില്ല. നമ്മൾ എന്താണോ ഡെഡിക്കേഷൻ, നമ്മുടെ പഠനം എന്താണ്, നമ്മുടെ റിവിഷൻ എങ്ങനെയാണ്, നമ്മുടെ OMR പ്രാക്ടീസ് എങ്ങനെയാണ്, ഇതൊക്കെ ഇരിക്കും നമ്മുടെ ജോലി സാധ്യത. അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മർമ്മദ്രവ്യം നോക്കി. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. ദ്രവ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ദ്രാവക ഭാഗമാണ്. മർമ്മകവും ക്രൊമാറ്റിൻ ശാലികയും കാണപ്പെടുന്നു. മർമ്മകം ഗോളാകൃതിയിലാണ്. റൈബോസോം നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. മർമ്മരന്ധ്രം, ആസ്യരന്ധ്രം ഇലകളിലെ സുഷിരങ്ങളാണ് അല്ലെ, അതുപോലെ മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ്. ക്രൊമാറ്റിൻ ശാലിക എന്താണ്? മർമ്മദ്രവ്യത്തിൽ വലക്കണികൾ പോലെ കെട്ടിപ്പണി കിടക്കുന്നതാണ്. ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാലും ക്രൊമാറ്റിൻ ശാലികയാണ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ബോക്സ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഇനി നമുക്ക് നാളെ ഇതിന്റെ അടുത്ത ബോക്സും ഇമ്പോർട്ടന്റ് ഏരിയ ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇന്ന് നിങ്ങളിപ്പോൾ ഞാനൊരു 20 സ്ലൈഡിലാക്കിയിട്ടാണ് ഈ ക്ലാസ് തന്നത്. എത്ര പോയിന്റുകൾ നമ്മൾ എവിടെയൊക്കെ എത്തി റിവിഷൻ ചെയ്തിട്ട് വന്നു അല്ലേ. നമ്മള് സ്റ്റാർട്ടിങ് ബാരോമീറ്ററിൽ തുടങ്ങിയിട്ട് എവിടെയൊക്കെ എത്തിയിട്ട് വന്ന് നോക്കി കണ്ടില്ലേ. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്ലാസ് ഒക്കെ SRT ഇഷ്ടംപോലെ ക്ലാസ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. താഴെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, താഴെ അതിനെ കുറിച്ച് അഭിപ്രായം പറയാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്താണ്, കറണ്ട് അഫെയർ ഒക്കെ നന്നായി പഠിക്കുന്നില്ലേ നിങ്ങളെ? കറണ്ട് അഫെയർ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 11ാം തീയതി എക്സാമിനുള്ളവര് എന്ത് ചെയ്യാം, അവാർഡുകളൊക്കെ നോക്കുക. സാഹിത്യ അവാർഡുകള്, സിനിമ അവാർഡുകള്, നോബൽ പ്രൈസുകള്, ISROയുടെ നേട്ടങ്ങള്, പിന്നെ എക്സ്പോസാറ്റ്, ആദിത്യ, ചന്ദ്രയാന്,
പുഷ്പക്ക്, ഗഗൻയാന്, പിന്നെ ആദ്യം നടന്നിട്ടുള്ള ദൗത്യങ്ങൾ, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ISROയുടെ നേട്ടങ്ങളൊക്കെ പഠിച്ചു വരിക. പിന്നെ നമ്മുടെ പാർലമെന്റ്, വനിതാ സംവരണ ബില്ല്, അടുത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കറണ്ട് അഫയർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഇരുന്നോ അതിങ്ങളൊക്കെ PDF എടുത്തിട്ട് ഇങ്ങനെ വായിക്കാൻ നിൽക്കരുത്. മെയിനായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ മാത്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് LGS ലെവലിൽ നടന്നിട്ടുള്ള എക്സാമിന്റെ 20 മാത്സ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഡെയിലി ഒരു 20 മാത്സ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.